2026 ഫിഫ ലോകകപ്പിന്റെ ആവേശകരമായ കലാശ് പോരാട്ടത്തിന് ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയം ഒരുങ്ങുമ്പോൾ ഫുട്ബോൾ ചരിത്രത്തെ തന്നെ അമ്പരപ്പിക്കുന്ന റെക്കോർഡ് സമ്മാനത്തുകയുടെയും പുതുമകളുടെയും ഒട്ടേറെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യൂറോപ്പിന് കരുത്തരായ സ്പെയിനും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫൈനല് മത്സരത്തില് വിജയിക്കുന്നവരെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത പുരസ്കാരങ്ങളാണ്. ഇത്തവണ ടൂർണമെന്റിലെ ആകെ സമ്മാനത്തുകയായി ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത് റെക്കോർഡ് തുകയായ $871 മില്യൺ, ഏകദേശം 7200 കോടിയിലധികം ഇന്ത്യൻ രൂപ. കഴിഞ്ഞ തവണത്തെ ആകെ സമ്മാനത്തുകയേക്കാള് $431 മില്യൺ വർധനവാണ് ഇത്തവണ വരുത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതില് $655 മില്യൺ കളിക്കാരുടെയും ടീമുകളുടെയും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഞായറാഴ്ച നടക്കുന്ന ഫൈനലില് കിരീടം ഉയർത്തുന്ന ടീമിന് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ $50 മില്യൺ, ഏകദേശം $415 കോടി സമ്മാനത്തുകയായി ലഭിക്കും. 2022 ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ലഭിച്ചതിനേക്കാള് $8 മില്യൺ അധികമാണിത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഫൈനലില് പരാജയപ്പെട്ട് രണ്ടാം സ്ഥാനത്തൊതുങ്ങുന്ന ടീമിനും നിരാശപ്പെടേണ്ടി വരില്ല. $33 മില്യൺ, ഏകദേശം $274 കോടി റണ്ണേഴ്സപ്പിനായി ഫിഫ മാറ്റിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിനെ അപേക്ഷിച്ച് രണ്ടാം സ്ഥാനക്കാർക്കുള്ള തുകയില് $3 മില്യൺ വർധനവാണ് വരുത്തിയിട്ടുള്ളത്. ലോകകപ്പിന്റെ സാമ്പത്തിക വളർച്ച പരിശോധിച്ചാല് 2010 സ്പെയിന് ചാമ്പ്യന്മാരായപ്പോൾ ലഭിച്ച $30 മില്യൺ നിന്നാണ് 2026 എത്തുമ്പോൾ തുക $50 മില്യൺ കുതിച്ചുയർന്നിരിക്കുന്നത്. സെമി ഫൈനലില് തോറ്റതിനു ശേഷം ലൂസേഴ്സ് ഫൈനലില് ഫ്രാൻസിനെ തകർത്ത് മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയ ഇംഗ്ലണ്ടിന് $29 മില്യൺ, ഏകദേശം $240 കോടി സമ്മാനത്തുകയായി ലഭിച്ചു. സെമിയില് സ്പെയിനിനോടും ലൂസേഴ്സ് ഫൈനലില് ഇംഗ്ലണ്ടിനോടും പരാജയപ്പെട്ട് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിന് $27 മില്യൺ, ഏകദേശം $224 കോടി സ്വന്തമാക്കാനായി. ക്വാർട്ടർ ഫൈനലില് ഇംഗ്ലണ്ടിനോട് തോറ്റുപുറത്തായ എർലിംഗ് ഹാളണ്ടിന്റെ നോർവേ ഉൾപ്പെടെയുള്ള ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായ ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, മൊറോക്കോ ടീമുകൾക്ക് $19 മില്യൺ വീതമാണ് ഏകദേശം $157 കോടി ലഭിക്കുക. പ്രീ ക്വാർട്ടർ ഘട്ടത്തില് പുറത്തായ പ്രമുഖ ടീമുകളായ ബ്രസീല്, പോർച്ചുഗല് എന്നിവയ്ക്കൊപ്പം കാനഡ, പരാഗ്വേ, അമേരിക്ക, മെക്സിക്കോ, ഈജിപ്ത് ടീമുകൾക്ക് $15 മില്യൺ, $124 കോടി വീതം ലഭിച്ചു. റൗണ്ട് ഓഫ് 32 നോക്കൌട്ട് ഘട്ടത്തില് പുറത്തായവർക്ക് $11 മില്യൺ വീതവും ഏകദേശം $91 കോടി, ഗ്രൂപ്പ് ഘട്ടത്തില് തന്നെ പുറത്താകേണ്ടി വന്ന ടീമുകൾക്ക് $9 മില്യൺ വീതവും ഏകദേശം $74 കോടി ഗ്യാരണ്ടീഡ് പ്രൈസ് മണിയായി ഫിഫ കൈമാറിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ടൂർണമെന്റില് ഒരു മത്സരം പോലും കളിക്കുന്നതിന് മുൻപ് തന്നെ യോഗ്യത നേടിയ 48 ടീമുകൾക്കും യോഗ്യതാ ബോണസായി $10 മില്യൺ, ഒരുക്കങ്ങൾക്കായി $2.5 മില്യൺ ഉൾപ്പെടെ $12.5 മില്യൺ, ഏകദേശം $103 കോടി ഫിഫ തുടക്കത്തിലെ ഉറപ്പാക്കിയിരുന്നു. ശതകോടികളുടെ ഈ സമ്മാനത്തുകയ്ക്കു പുറമെ ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി 2026 ജേതാക്കളെ കാത്തിരിക്കുന്നത് അതീവ സവിശേഷമായ ഒരു പുതിയ സമ്മാനം കൂടിയാണ്. കിരീടം ചൂടുന്ന ടീമിന് ലോകകപ്പ് ട്രോഫിക്കും സ്വർണ്ണ മെഡലുകൾക്കുമൊപ്പം ചാമ്പ്യൻഷിപ്പ് റിങ്ങുകളും സമ്മാനിക്കുമെന്ന് ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉത്തര അമേരിക്കൻ പ്രൊഫഷണൽ സ്പോർട്സ് ലീഗുകളായ NBA, NBA, NFL ഓഫ് NFL എന്നിവയില് വിജയികൾക്ക് വിലയേറിയ മോതിരം കൈമാറുന്ന പാരമ്പര്യം ഇതാദ്യമായാണ് ലോക ഫുട്ബോളിലേക്ക് ഫിഫ അവതരിപ്പിക്കുന്നത്. ലോകകപ്പ് വർഷത്തിന്റെ ഓർമ്മയ്ക്കായി ഫിഫ നിർമ്മിക്കുന്ന 2026 പ്രത്യേക മോതിരങ്ങളില് 30 എണ്ണമാണ് വിജയികൾക്കായി മാറ്റിവച്ചിരിക്കുന്നത്. ബാക്കി 1996 മോതിരങ്ങളും ആധികാരികത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോടെ ആരാധകർക്കായി വിപണിയിലെത്തിക്കും. വിജയികൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യുന്ന ഈ സ്വർണ്ണമോതിരത്തിന്റെ ഒരു വശത്ത് ഫിഫ ലോകകപ്പ് ട്രോഫിയുടെ ചിത്രവും മറുവശത്ത് വിജയിക്കുന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും ആലേഖനം ചെയ്യും. ഓരോ മോതിരത്തിലും കൃത്യമായ നമ്പറുകളും രേഖപ്പെടുത്തും. ഫൈനല് മത്സരത്തിന് തൊട്ടുപിന്നാലെ നടക്കുന്ന സമ്മാനദാന ചടങ്ങില് വെച്ച് കളിയിലെ വിജയികളായ ടീമിന്റെ ക്യാപ്റ്റനും പരിശീലകനും താൽക്കാലികമായ മോതിരങ്ങളാവും മൈതാനത്ത് വെച്ച് നൽകുക. പിന്നീട് കളിക്കാരുടെ കൃത്യമായ അളവുകൾ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ശേഷമാകും ഔദ്യോഗിക സ്വർണ്ണ മോതിരങ്ങൾ പ്രത്യേക ചടങ്ങിൽ വെച്ച് സമ്മാനിക്കുക. ലയണല് മെസ്സിയും ലെമിന് യമാലും നേർക്കുനേര് വരുന്ന ഈ മഹാപോരാട്ടത്തില് ചരിത്ര ട്രോഫിയും ചാമ്പ്യൻഷിപ്പ് റിങ്ങും കോടികളുടെ സമ്മാനത്തുകയുമായി ആര് മടങ്ങുമെന്നറിയാനുള്ള ആവേശത്തിലാണ് കായികലോകം.